അറിയാം ഇന്നത്തെ ഈ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയോടുകൂടി നമുക്കൊരു കാര്യത്തിൽ കൂടി നല്ല വ്യക്തത വന്നു. CPIM-ന്റെ പല നേതാക്കളിലും അവരുടെ ജനുസുകളിൽ ആർക്കും വേർതിരിച്ചു മാറ്റാൻ പറ്റാത്ത വിധം ക്രിമിനലുകളുടെ ജീനുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒന്നുകൂടി ഇവിടെ വ്യക്തമായിരിക്കുന്നു. രണ്ടാമത് നോക്കൂ, നിങ്ങൾ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി അവരുടെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, മുൻ MLA വരെ സംരക്ഷിക്കാൻ വേണ്ടി അവർ തീർത്തിട്ടുള്ള പ്രതിരോധത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് തന്നെ ഭീഷണിയായി നിലനിൽക്കുമ്പോഴാണ് ഇതിനെല്ലാം തന്നെ തട്ടിമാറ്റിക്കൊണ്ട് ഇവിടെ CPIM-ന്റെ നേതാക്കൾ ഉൾപ്പെടെ 14 പേരെ ശിക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താ അഭിലാഷേ, ഇതൊരു ലക്ഷണമൊത്ത ഈ കൊലപാതകത്തിന്റെ രീതി വെച്ച് പരിശോധിക്കുമ്പോൾ ഈ പാർട്ടി പലപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് പോലെ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ ലക്ഷണമൊത്തൊരു ഭീകരവാദ സംഘടനയാണ് ഈ CPIM എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? നമുക്ക് ഈ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AV ബാലകൃഷ്ണൻ പറഞ്ഞത്, അതേപോലെ തന്നെ CN മോഹനൻ പറഞ്ഞിട്ടുള്ളത്, ഇവര് തുടക്കത്തിൽ ഞങ്ങൾ ആദ്യം കോടതി വിധി പറയട്ടെ എന്നിട്ട് പറയാൻ നിരപരാധിയാണ് എന്ന് പറയും. കോടതി വിധി വന്നു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കും. ഇത് ഒരു ഭാഗത്ത്. രണ്ടാമത്, അഭിലാഷ് ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഈ കേസിൽ തന്നെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാനൊക്കെ നല്ല കുറച്ചുകൂടി ഈ കേസ് മുന്നോട്ട് പ്രതീക്ഷിച്ച ഒരാളായിരുന്നു. പക്ഷെ ഈ കേസ് തുടക്കം മുതൽ പാളിപ്പോകാനുള്ള ഒരു കാരണം എന്താ? KPCC-യുടെ വൈസ് പ്രസിഡന്റ്, DCC-യുടെ പ്രസിഡന്റ്, കാസർഗോഡ് DCC-യുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കേരളത്തിലെ എണ്ണപ്പെട്ട ക്രിമിനൽ അഭിഭാഷകനായിരുന്നു പ്രോസിക്യൂഷനെ സഹായിച്ചിരുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വം അത്രയേറെ വിശ്വസിച്ചിട്ടാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ കേസിൽ പിന്നീട് അദ്ദേഹം യാദൃശ്ചികമായി കോൺഗ്രസിന്റെ നേതാവ് KPCC-യുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള CK ശ്രീധരൻ പ്രതികൾക്ക് വേണ്ടി പോകുന്നു. സ്വാഭാവികമായിട്ടും അഭിലാഷേ, ഈ കേസിൽ സാധാരണ ഒരു കേസ് വെറുതെ വിടുക എന്നൊക്കെ പറയുന്നത് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ആണ്, സംശയത്തിന്റെ ആനുകൂല്യമാണ്. ഈ കേസിലെ പ്രോസിക്യൂഷൻ ഉയർത്തുന്ന എല്ലാ തെളിവുകളും വാദങ്ങളും അതേപോലെ തന്നെ പ്രതികൾക്കെതിരെയുള്ള തെളിവുകളൊക്കെ അറിഞ്ഞിട്ട് KPCC-യുടെ വൈസ് പ്രസിഡന്റ് നേരെ പ്രതികൾക്ക് വേണ്ടി ഹാജരാവുക. ഒന്നവിടെ. രണ്ടാമത്, പല ഘട്ടങ്ങളിലും ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ഈ പ്രതികളുമായി സംവദിക്കുന്നു, പ്രതികളുമായി പല ധാരണയിലെത്തുന്നു, അവരുടെ വീടുകളിൽ പോകുന്നു. നോക്കുന്നു, ഈ കേസിൽ ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതിന്റെ തലേ ദിവസം ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയോടൊപ്പം കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധി വേദി പങ്കിടുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, ഇവിടെ യഥാർത്ഥത്തിൽ CBI-യുടെ കയ്യിലെത്തിയതുകൊണ്ട് അഭിലാഷേ ഒരു പരിധിവരെ നമുക്ക് ആ സഹോദരന്മാർ ജീവിച്ചു തുടങ്ങിയിട്ടില്ല സഹോദരന്മാർ അവരുടെ കുടുംബത്തിനൊരു നീതി കിട്ടി. രണ്ടാമതൊന്ന്, നിങ്ങളിപ്പം ജയകൃഷ്ണൻ മാസ്റ്ററുടെ കാര്യം ചോദിച്ചു അഭിലാഷേ. ജയകൃഷ്ണൻ മാസ്റ്ററുടെ കേസിലും അതേപോലെ തന്നെ പന്നന്നൂർ ചന്ദ്രൻ വധക്കേസ് 96-ൽ EK നായനാർ വന്ന ഉടനെ നടന്നിട്ടുള്ളൊരു കൊലപാതകമാണ്. പന്നന്നൂർ ചന്ദ്രൻ ഭാര്യയുടെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2 കേസിലും തലശ്ശേരിയിലെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിലെ വിധിന്യായത്തിൽ ഈ 2 കേസും പോലീസ് അന്വേഷിച്ചിട്ടുള്ളത് പ്രതികളെ എങ്ങനെ സമർത്ഥമായി രക്ഷിക്കാമെന്നുള്ളൊരു ഗവേഷണമാണ്. അതുകൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അതേപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറിക്കടക്കം ജഡ്ജ്മെന്റിന്റെ കോപ്പി ഈ കോടതി ഉത്തരവിട്ടിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, തുടർന്ന് വന്ന ആ ഗവൺമെന്റ് പോട്ടെ, തുടർന്ന് വന്ന ഗവൺമെന്റ് എന്ത് നടപടി എടുത്തിട്ടുള്ളത്? ഇനി രണ്ടാമത്, കഴിഞ്ഞ 10 കൊല്ലമായി അഭിലാഷെ കേരളത്തിൽ CPIM-ന്റെ നേതാക്കൾ അഴീക്കോടൻ മന്ദിരത്ത് നിന്ന് വടിവാള് കൊടുത്തുവിട്ട് നിരപരാധികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഓരോ നേതാക്കളിലും അന്വേഷണം എങ്ങനെ എത്തിയത്? ഇവര് നായികക്ക് 40 വട്ടം എതിർക്കുന്ന ആ CBI വന്നതുകൊണ്ടല്ലേ? ഞാനൊരു 4 ഉദാഹരണം പറയാം അഭിലാഷെ, 4 എന്നിട്ട് നിർത്താം, കാരണം എനിക്ക് ആദ്യം സമയം കിട്ടിയിട്ടില്ല. ഒന്ന് നോക്കൂ, ഷുഹൈബ് വധിക്കപ്പെടുന്ന അരിയൽ ഷുക്കൂറിന്റെ കൊലപാതകം നമുക്കറിയാം. CPIM-ന്റെ പാർട്ടി കോടതി ഒരു വയലിൽ വെച്ച് വിചാരണ നടത്തി അതിന്റെ ഫോട്ടോ നമ്മുടെ P ജയരാജന് അയച്ചു കൊടുത്ത് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം കൊലപ്പെടുത്തുന്ന ആളാ. ആ കൊലപാതകം നടന്നിട്ടുള്ളത് 2012 ഫെബ്രുവരി 19-നാണ്. കേരളം ഭരിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാ. ആ കേസിൽ അഭിലാഷെ ഈ അന്വേഷണം 4 കൊല്ലം നടത്തിയിട്ട് P ജയരാജനെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ, ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവസാനം ആ കോൺഗ്രസിന്റെ നേതാവ്, മുസ്ലിം ലീഗ് UDF-ന്റെ പ്രവർത്തകനായിട്ടുള്ള അരിയൽ ഷുക്കൂറിന്റെ കേസിൽ P ജയരാജൻ എന്ന 1-ാം-തരം ക്രിമിനലിനെ, കൊലപാതകിയെ പിടിച്ച് ജയിലറക്കുള്ളിലേക്ക് പോകാൻ ആവശ്യമായ തെളിവ് സംഭരിക്കാൻ ഈ രാജ്യത്ത് CBI വരേണ്ടി വന്നു. TV രാജേഷിനെ കൊലക്കുറ്റത്തിന് കേസ് കൊണ്ടുവരാൻ CBI വരേണ്ടി വന്നു. ഇനി ഒരു 3 ഉദാഹരണം കൂടി. ഞാൻ 10 വർഷമായിട്ട് CBI
എന്തിനാണ് കേരളത്തിലെ CPM ഭയക്കുന്നു എന്നുള്ളത് ഉദാഹരണ. അഭിലാഷിനറിയാം, കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ചന്തു മാസ്റ്റർ ഇപ്പോ കൊലക്കേസിലെ പ്രതിയാ. എങ്ങനെയായത്? അതേ പയ്യോളിയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാമചന്ദ്രൻ കൊലക്കേസ് പ്രതിയാണ്. എങ്ങനെയായിട്ടുള്ളത്? 2006 നമുക്കറിയാം, കേരളത്തിൽ പെരുന്നാളിന്റെ തലേ ദിവസം ഒരു NDF-ന്റെ നേതാവിനെ കൊലപ്പെടുത്തിയിട്ട് ആ ബ്ലഡിൽ മുക്കിയിട്ടുള്ള തൂവാൽ RSSന്റെ നേതാവിന്റെ വീട്ടിൽ പോയി അവർക്കെതിരെ കേസെടുത്തു. ആ കേസിൽ എങ്ങനെയാണ് CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പ്രതിയായിട്ടുള്ളത്? CBI വന്നപ്പോഴല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, അത് ഏറ്റവും ഒടുവിൽ P. ജയരാജന്റെ 3ാമത്തെ കൊലക്കേസായിട്ടുള്ള കതിരൂർ മനോജ് കേസിലായാലും ഈ ട്രാൻസ്ഫോമർ അടക്കം എടുത്തു പോകുന്ന ഒരു കേസ് അന്വേഷണം ഇവിടെ വന്നിട്ടുള്ളത് ഈ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. അതിൽ ഒരു തർക്കവുമില്ല. അത് പെരിയാർ കൊലപാതകമാകട്ടെ, അരിയിൽ ശുക്കൂറിൻ്റെതാകട്ടെ, കതിരൂർ മനോജ് ആകട്ടെ, പയ്യോളി മനോജ് ആകട്ടെ, ഇങ്ങനെ ഇനി KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം താങ്കൾ ചോദിച്ചു. നോക്കൂ അഭിലാഷെ, ആ കാലഘട്ടത്തിലെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു കേസ് അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് പെരിയയിലെ എൻ്റെ പ്രിയപ്പെട്ട 2 സഹോദരന്മാർ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. കാരണം എന്താ, ആ കേസിൽപ്പെട്ടിട്ടുള്ള പിന്നീട് TP ചന്ദ്രശേഖരന്റെ കേസിൽ പ്രതിയായിട്ടുള്ള രജീഷ് പറയുകയാണ്, ഒരു യഥാർത്ഥ പ്രതികളുമില്ല, ആകെ അച്ചാരം പറമ്പത്ത് പ്രദീപൻ മാത്രമേ അതിൽ പ്രതിയുള്ളൂ, ബാക്കിയെല്ലാം ഡമ്മി പ്രതികളാണ്. കണ്ണൂർ ജില്ലയിൽ CPIM നടത്തുന്ന എല്ലാ കൊലപാതകങ്ങളിലും പാർട്ടി ഓഫീസിൽ നിന്ന് പ്രതിപട്ടിക കൊടുക്കും. അത് കോൺഗ്രസ് ഭരിക്കുമ്പോയാലും CPM ഭരിക്കുമ്പോയാലും എല്ലാം തന്നെ അതിൽ വെച്ച് അന്വേഷണം നടത്തും. ഈ കൊലക്കത്തി കൊടുത്തയച്ചിട്ടുള്ളവരിലേക്ക് അന്വേഷണം എത്തിയിട്ടുള്ള അതിനുള്ള ഒരു മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് CBI വന്നതുകൊണ്ട് അല്പമെങ്കിലും ഒരു നീതി ആ കുടുംബത്തിന് പലരും രക്ഷപ്പെടാൻ കാരണം KPCC-യുടെ വൈസ് പ്രസിഡന്റ് CK ശ്രീധരനും തന്നെയാണ്.